ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് കുറച്ച് രസഗുളയും അതുകൊണ്ട് കുറച്ച് രസമലായിയും ഒക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി 1 ലിറ്റർ പാലെടുപ്പ് വെച്ചിട്ടുണ്ട്. ഒന്ന് പതിയെ തിളയ്ക്കാൻ തുടങ്ങുമ്പോഴേ നമ്മൾ 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പാല് പതിയെ നിന്ന് പിരിയാൻ തുടങ്ങും. കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീരും കൂടെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പാല് നന്നായിട്ടും പിരിഞ്ഞു വരും. നമ്മൾ ക്രീം ചീസൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ. ശേഷം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഒരു അരിപ്പ വെച്ച് അതിലൊരു തുണിയും കൂടെ വെച്ചതിന് ശേഷം നമ്മളൊന്ന് അരിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് പച്ചവെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടും അരിച്ച് പ്രസ് ചെയ്ത് നന്നായിട്ട് വെള്ളം കളഞ്ഞതിന് ശേഷം നമ്മൾ തുണി കൂട്ടി നന്നായിട്ടും പിഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ശേഷം നമ്മളെടുക്കുമ്പോൾ നമ്മുടെ മിക്സ് നല്ല ഡ്രൈ ആയിട്ടിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് ഒരു മിക്സിയുടെ ജാറിലിട്ട് പതിയൊന്ന് പ്രസ് ചെയ്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മിക്സ് നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇപ്പം നല്ല മയത്തിലൊന്ന് കുഴച്ചതിന് ശേഷം നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ഇട്ട് നമ്മുടെ മിൽക്ക് മിക്സും കോൺഫ്ലോറും എല്ലാം കൂടെ നന്നായിട്ടൊരു മയത്തിലൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പം നമ്മൾ കുഴച്ചെടുത്ത മിക്സിനെ ഒന്ന് ചെറുതായിട്ട് മുറിച്ചതിന് ശേഷം ചെറിയ ബോൾസായിട്ട് എടുത്തിട്ട് പതിയൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ബോൾസായിട്ട് വെച്ചാലും മതി. നമ്മൾ രസമലായി ഉണ്ടാക്കാൻ വേണ്ടിയതാണ് പതിയൊന്ന് പ്രസ് ചെയ്ത് കൊണ്ട് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മളൊരു പാത്രത്തിൽ 1/2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും 1 പിഞ്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. നമ്മുടെ ഷുഗർ സിറപ്പ് ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമ്മുടെ മിൽക്ക് ബോൾസ് നമ്മുടെ ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കുക. നമ്മുടെ ഷുഗർ സിറപ്പ് നമ്മൾ 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കുക. അപ്പോൾ നമ്മൾ അത്യാവശ്യം നമ്മുടെ ഷുഗർ സിറപ്പൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ രസഗുള. ഇത് നമുക്കിങ്ങനെ കഴിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ രസമലായി ഉണ്ടാക്കാൻ വേണ്ടി ഒന്നും കൂടി വെറ്റിച്ചെടുക്കുക. ശേഷം നമ്മൾ വേറൊരു പാത്രത്തിൽ 1/2 ലിറ്റർ പാലും 1/2 കപ്പ് മിൽക്ക് മെയ്ഡും 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതും കുറച്ച് ഏലക്ക പൊടിച്ചും കൂടി ഇട്ടൊന്ന് നന്നായിട്ട് തിളപ്പിക്കുക. നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വരണം. ഇടയ്ക്ക് പാട വരുമ്പോൾ ഒന്ന് തട്ടി മാറ്റി പതിയെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് പിസ്തയും ബദാമും നട്ട്സും കൂടെ നന്നായിട്ടും പൊടിക്കുക. അത് നമ്മുടെ മിൽക്ക് മിക്സിലോട്ട് ഇട്ട് കൊടുക്കുക. നമുക്ക് കളർ കിട്ടാൻ വേണ്ടി 2 തുള്ളി യെല്ലോ കളറും കൂടി ഇട്ട് കൊടുക്കുക. ശേഷം നമ്മുടെ മിൽക്ക് ബോൾസ് ഒന്ന് പതിയെ പ്രസ് ചെയ്ത് അതിൻ്റെ വെള്ളം ഒന്ന് കളഞ്ഞിട്ട് നമ്മുടെ രസമലായിക്ക് അതോട്ട് ഇട്ട് കൊടുക്കുക. അതായിട്ടൊന്ന് നന്നായി തിളച്ച് വരുമ്പം തീ കുറച്ചിട്ട് ഒന്നും കൂടെ തിളപ്പിച്ചിട്ട് എടുത്ത് വയ്ക്കുക. അപ്പോൾ നമ്മുടെ രസമലായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.